ആകാരമാമെഴുത്താദിയാകുമെല്ലാ എഴുത്തിനും ലോകത്തിനേകനാമാദി ഭഗവാനാദിയായിടും. സത്യമാമറിവാർന്നുള്ള ശുദ്ധരൂപന്റെ സത്പദം തൊഴാകിൽ വിദ്യ കൊണ്ടെന്തിങ്ങുളവാകും പ്രയോജനം. മനമാം മലരെ വെല്ലുന്നവന്റെ വലുതാം പദം തൊഴുന്നവർ സുഖം നീണാൾ മുഴുവൻ വാഴുമൂഴിയിൽ. മഹത് വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം തിരുക്കുറളിലെ ഗുരുവരുൾ എന്നതാണ്. വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും നിരന്തരം പാരായണം ചെയ്യുകയും ശ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഗ്രഹീതരായ ജിജ്ഞാസുക്കളാണ് ഇതിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ക്ലാസ്സിലേക്ക് വരിക എന്നുള്ളതും അതിനൊരു അവസരം ലഭിക്കുക എന്നുള്ളതും ഒക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായി തന്നെ കരുതുന്നു. ഗുരുദേവ കൃതികള് വേദസാര സംഗ്രഹമാണ്. അതായത് ഉപനിഷത്ത് കടഞ്ഞെടുത്ത അമൃതാണ് ഗുരുവിന്റെ ഓരോ കൃതികളും. അതിൽ പറയുന്ന സത്യം, ആ പരമസത്യം, അത് സ്തോത്രകൃതിയായാലും ദാർശനിക കൃതിയായാലും പ്രബോധനാത്മക കൃതിയായാലും ഗദ്യകൃതിയായാലും തർജ്ജമ കൃതിയായാലും എല്ലാത്തിലും ഉള്ളടക്കി വെച്ചിരിക്കുന്ന ആ സത്യം ഏകതയാണ്, അദ്വൈതമാണ്. ഇന്ന് നമ്മൾ ഇവിടെ വിചാരം ചെയ്യുന്നത് ഗുരുവിന്റെ തർജ്ജമ കൃതികൾ 2 എണ്ണമാണ്. രണ്ടും വേദമാണ്. അതായത് ഒന്ന് തിരുവള്ളുവർ എന്ന തമിഴ് സിദ്ധൻ, തമിഴ് കവി രചിച്ച തിരുക്കുറൾ. 2 ദശോപനിഷത്തുക്കളിൽ ആദ്യത്തെ ഉപനിഷത്തായ ഈശാവാസ്യ ഉപനിഷത്ത്. രണ്ടും വേദമാണ്. അതുകൂടാതെ വേദത്തെ ആകെ 4 വേദങ്ങളെയും കടഞ്ഞെടുത്തുകൊണ്ട് സൂത്രരൂപത്തിലാക്കി 24 സൂത്രങ്ങളിലാക്കി വേദാന്ത സൂത്രം രചിച്ചു തന്നു ഗുരു നമുക്ക്. അതായത് ബാദരായണന് ശേഷം വേദാന്ത സൂത്രം അല്ലെങ്കിൽ ബ്രഹ്മസൂത്രം രചിച്ചു തന്ന ഋഷീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ. 555 സൂത്രങ്ങൾ കൊണ്ട് ബ്രഹ്മസൂത്രം രചിച്ചപ്പോൾ അതിനെ 24 സൂത്രങ്ങളിലാക്കി ഗുരു നമുക്ക് തന്നു. ഇതെല്ലാതും ഈ വേദ അധിഷ്ഠിതമായ ഏകതയെ, ഉപനിഷത് സത്യത്തെ മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൂടാതെ ഭാരതത്തിൽ നിരവധി ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്മൃതി ഗ്രന്ഥങ്ങൾ, യാജ്ഞവൽക്യ സ്മൃതിയും പരാശര സ്മൃതിയും ധർമ്മസിന്ധു, മനുസ്മൃതി തുടങ്ങിയ നിരവധിയായ ഗ്രന്ഥങ്ങൾ. ഇതൊക്കെ ദേശത്തിനും കാലത്തിനും അനുസരിച്ചുള്ള ധർമ്മങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളാണ്. പക്ഷേ ഈ പൗരാണിക ഋഷീശ്വരന്മാർക്ക് ശേഷം, അതായത് ദക്ഷിണ ഭാരതത്തിലെ ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് തിരുക്കുറൾ. അതിനുശേഷം ഈ പൗരാണിക ഋഷീശ്വരന്മാർക്ക് ശേഷം ഒരു സ്മൃതി ആരും രചിച്ചിട്ടില്ല. പിന്നീട് ഈ ആധുനിക കാലത്തെ ഋഷീശ്വരനായ ശ്രീനാരായണ ഗുരുദേവനാണ് ആ സ്മൃതിയെ ദേശത്തിനും കാലത്തിനും അനുയോജ്യമായി ചിട്ടപ്പെടുത്തിക്കൊണ്ട് നാരായണ സ്മൃതി, ശ്രീനാരായണ ധർമ്മം നമുക്ക് രചിച്ചു തന്നത്. അത് സൂക്ഷ്മമായി നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതില് ഈ തിരുക്കുറൾ വായിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഭഗവാൻ സർവത്തിൻ്റെയും സർവ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെയും സാരമെടുത്താണ് നമുക്ക് തന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് മദ്യത്തെക്കുറിച്ച് പറയുമ്പോഴും, അതുപോലെ തന്നെ ഒരു ഗൃഹസ്ഥാശ്രമത്തിലെ ഒരു സ്ത്രീ എങ്ങനെ ജീവിതം നയിക്കണമെന്ന് പറയുമ്പോഴും, ഇതിൽ ഓരോന്നും ഈ
തിരുക്കുറൾ എന്ന ഗ്രന്ഥത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോ ഈ മഹാഗുരുക്കന്മാരെ നമ്മൾ പലതായി കാണാതെ അവര് പറയുന്ന സത്യത്തിന് ഏകതയുണ്ടെന്നും അതെല്ലാ മനുഷ്യരും മറ്റെല്ലാ വിഭാഗീയതകളും മാറ്റിവെച്ച് ഒന്നായി മനസ്സിലാക്കേണ്ടതാണ് എന്നുമാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഗുരു 3 ഭാഷകളിലാണ് നമുക്ക് ഗ്രന്ഥരചന നടത്തി തന്നിട്ടുള്ളത്. മലയാളവും തമിഴും സംസ്കൃതവും. അതില് ഗുരുവിന്റെ വിദ്യാഭ്യാസം ചരിത്രം രേഖപ്പെടുത്തുന്നു. കുമ്മൻപള്ളി രാമൻപിള്ള ആശാനിൽ നിന്ന് ഗുരു വിദ്യ നേടിയത്, ചേവണ്ണൂർ കളരിയില് വിദ്യ അഭ്യസിച്ചത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഗുരു എവിടെ നിന്നാണ് തമിഴ് പഠിച്ചത് എന്നുള്ളതിന് നമുക്ക് ലഭ്യമായ ആധികാരികമായ രേഖകളൊന്നുമില്ല. എങ്കിലും നമുക്ക് മനസ്സിലാക്കാവുന്ന നമ്മുടെ മുന്നിലുള്ള ചില ചരിത്ര രേഖകൾ എന്ന് വെച്ചാൽ, തിരുവനന്തപുരത്തെ ചാലയില് തമിഴ് പുസ്തകങ്ങൾ വിൽക്കുന്ന ആ പുസ്തകശാലയില് അവിടുന്ന് നിത്യ സന്ദർശകനായിരുന്നു. അവധൂതനായി ഭഗവാൻ സഞ്ചരിക്കുന്ന കാലഘട്ടത്തില് ഈ പുസ്തകശാലയിലെ നിത്യ സന്ദർശകനായിരുന്നു. അവര് കനിവോടെ ഗുരുവിന് അന്നം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ആ കടയിലെ ചില സമയങ്ങളിൽ ഗുരു പുസ്തകങ്ങൾ വിൽക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞുകൂടുന്ന ആ അവധൂത സഞ്ചാരത്തിനിടയിലാണ് ഈ ഒരു തമിഴ് വായനയിലൂടെ അല്ലെങ്കിൽ തമിഴ് ഗ്രന്ഥങ്ങളുടെ ആഴത്തിലുള്ള അറിവിലൂടെ ഗുരു കടന്നു പോയിട്ടുള്ളത്. കാരണം ഗുരുക്കന്മാർക്കൊന്നും പഠിച്ചു നേടേണ്ടതല്ല എന്നുള്ള സത്യം നമ്മൾ അറിയണം. ഋദംബര ബുദ്ധിയുള്ള അവർക്ക് ഒരു ഗ്രന്ഥത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൽ സ്പർശിച്ചാൽ തന്നെ അതിലുള്ള ജ്ഞാനം അവർക്ക് അറിയാൻ ഉള്ള ജ്ഞാനമുള്ളവരാണ്. പക്ഷെ ഗുരു അവിടെ നിന്ന് ചിലപ്പതികാരവും അതുപോലെ തന്നെ നന്നൂൽ, തോൽക്കാപ്പിയം, മണിമേഖലെ, തിരുക്കുറള്, ഒഴിവിലൊടുക്കം തുടങ്ങിയ നിരവധി തമിഴ് ഗ്രന്ഥങ്ങൾ ഗുരു വായിച്ചിരുന്നു. അത് മാത്രമല്ല, ചില സന്ദർഭങ്ങളിലെ തിരുക്കുറളിലെയും തിരുവാചകത്തിലെയൊക്കെ വാക്കുകള് കോട്ടിങ്സ് ആയിട്ട് ഉദ്ധരിച്ചുകൊണ്ട് പല സന്ദർഭങ്ങളിലും ഗുരു പറയുമായിരുന്നു. അപ്പോ ആഴത്തിലുള്ള അറിവാണ് ഗുരുവിനുണ്ടായിരുന്നത് തമിഴ് സാഹിത്യത്തില്. തമിഴിലെ ആധ്യാത്മിക കൃതികളുമായി ഗുരുവിന് നല്ല ബന്ധമുണ്ടായിരുന്നു എന്നർത്ഥം. ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു എന്നർത്ഥം. അതായത് തിരുക്കുറൾ എന്ന തിരുവള്ളുവരുടെ ഗ്രന്ഥത്തെ മലയാള ഭാഷയിലേക്ക് ഗുരു നമുക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ട്, ചില അധ്യായങ്ങൾ മാത്രം. അത് തമിഴ്നാട്ടിലെ ഒരു സംസ്കാരം അനുസരിച്ച് പറയുമ്പോൾ തിരുക്കുറൾ വേദഗ്രന്ഥമാണ്. സാധാരണ മനുഷ്യർ അതിന് അർത്ഥം പറയുന്നതും വ്യാഖ്യാനിക്കുന്നതും അഗ്രാഹ്യമാണെന്നും സാഹസമാണെന്നും അതുപോലെ തന്നെ അസാധ്യമാണെന്നും ഒക്കെയാണ് തമിഴരുടെ വിശ്വാസം. അങ്ങനെയുള്ള ആ വേദഗ്രന്ഥത്തിന് തർജ്ജമ ചെയ്ത ഒരു ഋഷിയുടെ രചന തർജ്ജമ ചെയ്ത മറ്റൊരു ഋഷി അവർക്ക് ദൈവമല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അത് ഗുരുവിന്റെ മൊഴിമാറ്റം. നമ്മളെ ഈശാവാസ്യ ഉപനിഷത്തൊക്കെ പഠിക്കുമ്പോൾ മന്ത്രം എങ്ങനെയാണോ ആ മന്ത്രത്തിന്റെ സത്തയെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഭാഷയാണ് ഗുരു മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഗുരു എന്ന ആ കവിശ്രേഷ്ഠന്റെ ഋഷിശ്രേഷ്ഠന്റെ ദർശന സൗരഭ്യം അല്ലെങ്കിൽ ആ ഉൾക്കാഴ്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി തിരുക്കുറൾ എന്നാൽ പുരാതനമായ വേദസാരം ഉൾക്കൊള്ളുന്ന തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൾ. തിരുവള്ളുവർ എന്ന തമിഴ് സിദ്ധനാണ്, കവിയാണ് തിരുക്കുറളിന്റെ കർത്താവ്. ഏകദേശം 2000 വർഷത്തെ പഴക്കമുണ്ട് ഈ ഗ്രന്ഥത്തിന്. തിരുക്കുറൾ, തിരു എന്ന വാക്കിന് ബഹുമാനം, ആദരവ് നിലക്ക് അർത്ഥമുള്ളത്. കുറൾ എന്നാൽ ഈരടികൾ എന്നർത്ഥം. അതായത് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വലിയൊരു ആശയത്തെ, ഇപ്പൊ ബ്രഹ്മസൂത്രം എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ആ വേദത്തെ കുഞ്ഞു കുഞ്ഞു സൂത്രങ്ങളാക്കി, തത്വമസി പോലെയുള്ള സൂത്രങ്ങളാക്കിക്കൊണ്ട് തരുന്നതിനെയാണ് നമ്മൾ സൂത്രം എന്ന് അവിടെ പറഞ്ഞത്. ഇവിടെ കുറൾ എന്നാണ് തമിഴിൽ അതിന് പറയുക. അതായത് ഈരടികളെ കൊണ്ട്, ചെറിയ ചെറിയ വാചകങ്ങളെ കൊണ്ട് മഹത്തായ ഒരു ആശയത്തെ പറയുന്നതിനാണ് കുറൾ എന്ന് പറയുന്നത്. അപ്പോ
തിരുക്കുറളിലെ 3 കാണ്ഡങ്ങളുണ്ട്. 3 കാണ്ഡങ്ങൾ, അതുപോലെ 133 അധ്യായങ്ങള്. 3 കാണ്ഡം, 133 അധ്യായങ്ങൾ, 1130 കുറളുകളുമുള്ള ഒരു തമിഴ് ഗ്രന്ഥമാണ് തിരുക്കുറൾ. 3 കാണ്ഡം, 133 അധ്യായം, 1130 കുറളുകളുമുണ്ട് തിരുക്കുറൾ എന്ന ഗ്രന്ഥത്തിൽ. നമ്മള് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തി വെക്കുന്നത്, ഗുരു ഇതിൽ തന്നിരിക്കുന്നതിൽ കൂടുതൽ ഭാഗങ്ങൾ തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ടാവും, അത് നമുക്ക് നഷ്ടപ്പെട്ടതാണോ എന്നുള്ള ഒരു ആശങ്ക പങ്കുവെക്കുമ്പോഴും നമ്മൾ അറിയേണ്ടത്, തിരുക്കുറൾ വായിച്ച് മുഴുവനും വ്യാഖ്യാനിച്ചിട്ടുള്ള ആളുകൾ തരുന്ന ഒരു വിവരം അനുസരിച്ച് നോക്കുമ്പോൾ അതിലുള്ള സത്ത എന്താണോ അത് ഗുരു ശ്രീനാരായണ ധർമ്മത്തിലും തിരുക്കുറൾ തർജ്ജമയിലുമായി ആ സത്ത് എടുത്തു തന്നെ തന്നിട്ടുണ്ട്. സത്ത് അവിടെ നിന്ന് എടുത്ത് തന്നിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊന്നും അറിയില്ല. എന്നാലും നമുക്കിതൊക്കെ വിചാരം ചെയ്യാനുള്ള സന്ദർഭങ്ങള് ഭഗവാൻ ഒരുക്കി തരുന്നുണ്ടല്ലോ. ഇപ്പോ തിരുക്കുറളിനെ 3ആയിട്ട് തിരിച്ചു. അതിലൊന്നാണ് അറത്തുപാൽ എന്ന് പറയും. അറത്തുപാൽ, 2 പൊരുൾപാൽ, 3 കാമത്തുപാൽ. ഇപ്പൊ തിരുക്കുറൾ 3 അധ്യായം, 1 അറത്തുപാൽ, 2 പൊരുൾപാൽ, 3 കാമത്തുപാൽ. അറത്തുപാൽ എന്ന് പറഞ്ഞാൽ ധർമ്മപദ്ധതി, പൊരുൾപാൽ എന്ന് പറഞ്ഞാൽ അർത്ഥപദ്ധതി, കാമത്തുപാൽ എന്ന് പറഞ്ഞാൽ കർമ്മപദ്ധതി. ധർമ്മ, അർത്ഥ, കാമം. തിരുക്കുറള് ധർമ്മ, അർത്ഥ, കാമം വരെ പറയുന്നുള്ളൂ. ആ 3 എണ്ണത്തിലൂടെ പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്ക് എത്തും എന്നാണ് തിരുവള്ളുവരുടെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ മോക്ഷത്തെക്കുറിച്ച് കൂടുതലായൊന്നും പറഞ്ഞിട്ടുമില്ല. ധർമ്മ, അർത്ഥ, കാമം. ധർമ്മമാണ് ആദ്യം, അതിലൂടെ അർത്ഥം, അതിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചേരുന്നത് ഈ പരമപുരുഷാർത്ഥത്തിൽ എന്നാണ് തിരുവള്ളുവര് പറയുന്നത്. ഇതിലെ ഒന്നാമത്തെ, നമ്മൾ ആദ്യത്തെ അധ്യായം പറഞ്ഞു അറത്തുപാൽ. അറത്തുപാൽ അറത്തുപാൽ എന്ന അധ്യായത്തില് 38 അധികാരങ്ങളുണ്ട്. 38 അധികാരം. അറത്തുപാലിൽ 38 അധികാരങ്ങളുണ്ട്. ഇതിൽ 1-ാം അധികാരത്തിൽ വരുന്ന 4 ഭാഗങ്ങളാണ് ഗുരു നമുക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുള്ളത്. അതായത് തിരുക്കുറളിലെ അറത്തുപാലിലെ 38 അധികാരങ്ങളിൽ ആ 4 ഭാഗമാണ്. അതിൽ 1-ാം അധികാരം, 1-ാം അധികാരത്തിലെ 4 ഭാഗങ്ങളാണ് ഗുരു നമുക്ക് തർജ്ജമ ചെയ്ത് തന്നത്. അതിലൊന്നാണ് ഈശ്വര മാഹാത്മ്യം. ഈശ്വര മാഹാത്മ്യം, അതിനെ തമിഴിൽ പറയുന്നു കടവുൾ വാഴ്ത്ത്. കടവുൾ എന്നാണ് അല്ലെ, കടഞ്ഞെടുത്ത ആ ദൈവത്തെ പറയുന്ന പേരാണ്. ഉള്ള് കടഞ്ഞെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കടവുൾ എന്ന് പറയുക. കടവുളിനെ വാഴ്ത്തുന്നത്, ദൈവസ്തുതി, ഈശ്വര മാഹാത്മ്യം. അടുത്ത വാൻചിറപ്പ് എന്ന് പറയും. വാൻചിറപ്പ് എന്ന് പറഞ്ഞ വർഷാവർണ്ണന മലയാളത്തിൽ പറയുമ്പോൾ. അടുത്തത് പറയുന്നു നീത്താർ പെരുമയിൽ, സന്യാസി മഹിമ അല്ല സന്യാസി മഹത്വത്തെ വർണ്ണിക്കുന്നു. അപ്പോ ഈശ്വരസ്തുതി, വർഷാവർണ്ണന, സന്യാസി മഹത്വത്തെ വർണ്ണിക്കുന്ന നീത്താർ പെരുമൈ. പിന്നെ ഗുരു മറന്നില്ല, അവിടെ ചേർത്ത് വെക്കാമെന്ന് ആലോചിച്ച് നോക്കൂ. കരുണയോടെ ചേർത്ത് വെച്ചു ഭാര്യാധർമ്മം. ധർമ്മപദ്ധതിയിലെ ധർമ്മത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാര്യാധർമ്മം എന്ന ഭാഗവും ഗുരു മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കരുണയോടെ, ഒരു പിതാവ് എന്തൊക്കെയാണോ തൻ്റെ മക്കൾക്ക് നല്ല ശ്രേഷ്ഠമായ നല്ല ഒരു ജീവിത പന്ഥാവിലൂടെ നയിക്കാൻ, അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം, ഇത് രണ്ടുമാണല്ലോ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. എൻ്റെ ലോക ജീവിതം കഷ്ടപ്പാട് കൂടാതെ കടന്നു പോകണം, ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കണം. ഇതിനു വേണ്ടി തൻ്റെ മക്കൾക്ക് ജനകനെ പോലെ ക്ഷേമചിന്ത ഉള്ള മഹാഗുരു കനിവോടെ നമുക്ക് കനിഞ്ഞ് തിരുക്കുറളിലെ ഇത്രയും ഭാഗങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഭാര്യാധർമ്മം എന്ന ഭാഗം നിങ്ങൾ ശ്രീനാരായണ ധർമ്മം പരിശോധിക്കുമ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലും പഞ്ചമഹായജ്ഞത്തിലും ഒക്കെ ആയിട്ട് ഈ തിരുക്കുറളിന്റെ അംശം ഭാഗം, ഭാര്യാധർമ്മത്തിന്റെ തന്നെ ഭാഗം ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ ഗൃഹസ്ഥാശ്രമികൾക്ക് അതിലൂടെയും ഉപദേശിച്ചു തരുന്നുണ്ട്. അത് വീണ്ടും വീണ്ടും പവനപുണ്യേന ഭാഷണം, വീണ്ടും വീണ്ടും ഇത് പറയുന്നത്
നമ്മുടെ ജീവിതത്തിന്റെ ഗൃഹസ്ഥാശ്രമം മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും അത് നയിക്കേണ്ടത് എന്താ പറയാ ഇത്തരത്തിലുള്ള ആ ധർമാനുസാരി ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഗുരു ഭാര്യാധർമ്മത്തിലും അതുപോലെ തന്നെ ശ്രീനാരായണ സ്മൃതിയിലുമൊക്കെ ആ ഭാഗം നന്നായി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം, ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു ഗൃഹിണി എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നു. അതായത് ശ്രുതി എന്ന് പറഞ്ഞ വേദമാണ്. ശ്രുതേരിവാർത്ഥം സ്മൃതി മന്യഗച്ഛെന്ന് പറയും. ശ്രുതിയുടെ അർത്ഥത്തിലേക്ക് എത്തണമെങ്കിൽ സ്മൃതിയിലൂടെ പോണം. നമ്മൾ ശ്രീനാരായണ ധർമ്മം തൊട്ടു നോക്കുന്നത് ഇപ്പോഴാണ്. ഗുരുദേവ കൃതിയൊക്കെ പഠിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ പതുക്കെ ഇങ്ങനെ ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ എന്ന് കരുതി സ്മൃതിയിലേക്ക് വരുന്നത്. ആദ്യം നമ്മൾ സഞ്ചരിക്കേണ്ടത് ധർമ്മമാം വഴി. ആ വഴിയിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ ശ്രുതിയിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഈ ഗുരുദേവ കൃതികളിലേക്ക് എത്താനുള്ള ആദ്യത്തെ വഴിയാണ് ശ്രീനാരായണ ധർമ്മം അഥവാ ശ്രീനാരായണ സ്മൃതി. അപ്പോൾ രണ്ടിനും ഈക്വലായിട്ടുള്ള ആ ഒരു സ്ഥാനമാണ് നമ്മൾ കൊടുക്കേണ്ടത്. സ്മൃതിയല്ലേ എന്ന് കരുതി മാറ്റിവെക്കുകയല്ല വേണ്ടത്. ഇതിലൂടെ മാത്രമേ നമുക്ക് ശ്രുതിയിലേക്ക് എത്താൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇപ്പൊ നമുക്ക് പറഞ്ഞു തന്ന 4 വിഷയങ്ങൾ: ഈശ്വര മാഹാത്മ്യം അല്ലെങ്കിൽ കടകൂൾ വാഴ്ത്ത്, വാൻചിറപ്പ്, നീത്താർ പെരുമൈ, ഭാര്യാധർമ്മം. ഇവ 4ഉം പ്രപഞ്ച ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഷയം തന്നെയാണ് ഒരു നമുക്കെടുത്ത് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. ഒഴിച്ചുകൂടാനാവാത്ത വിഷയങ്ങളാണ്. തിരുവള്ളുവരെ പോലെ ഒരു ജ്ഞാനിയുടെ കൃതി വിവർത്തനം ചെയ്ത് നമ്മളിലേക്ക് തരണമെങ്കിൽ ഭഗവാൻ അതിൽ നിന്നുള്ള നന്മ നമ്മൾ സ്വീകരിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഇവിടെ അതുപോലെ തന്നെ തമിഴിലെ മഹാസിദ്ധന്മാരുടെ കൃതികളുമായി ഗുരുവിന് ആഴത്തിലുള്ള ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. അത് നമുക്കറിയാം. അനുകമ്പാ ദശകത്തിലെ 8ഉം 9ഉം ശ്ലോകങ്ങളായി ഗുരു അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതായത് ജ്വരമാറ്റി വിഭൂതി കൊണ്ട് എന്ന് തുടങ്ങുന്ന 8ാം ശ്ലോകത്തിലും ഹരനെഴുതി പ്രസിദ്ധമാം മറയെന്നോദിയ മാമുനീന്ദ്രനോ എന്ന് പറയുന്നിടത്ത് ഭാരതത്തിലെ സകല പുണ്യപുരുഷന്മാരെയും പുരാണ ഇതിഹാസ പുരുഷന്മാരെയും മതസ്ഥാപകരെയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ആധ്യാത്മിക സംസ്കാരത്തെയും അത് പകർന്നു നൽകിയ ആ മഹാഗുരുക്കന്മാരെയും കൂടി പറഞ്ഞു തരാൻ ഭഗവാൻ മറന്നില്ല. അപ്പോ അവിടെ തിരുജ്ഞാന സംബന്ധർ, അപ്പർ, സുന്ദരമൂർത്തി നായനാർ, മാണിക്യവാചകർ തുടങ്ങിയ തമിഴ് സിദ്ധന്മാരെ, ആ ശൈവ സംസ്കൃതിയിലെ ആ തമിഴ് സിദ്ധന്മാരെ ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അനുകമ്പാ ദശകത്തിലൂടെ. അതുപോലെ തന്നെ തിരുജ്ഞാന സംബന്ധരും അപ്പറും സുന്ദരമൂർത്തി നായനാരും മാണിക്യവാചകരും രചിച്ച കൃതികൾ തമിഴിൽ തേവാരം കൃതികൾ എന്നാണ് അറിയപ്പെടുന്നത്. തേവാരം കൃതികൾ. ഇപ്പോ ഈ ഗുരു ഈ തേവാരം കൃതികൾക്ക് സമാനമായ ഈ കൃതികളിലൊക്കെ ഗുരുവിന് ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു, അതിൽ ഇഷ്ടമായിരുന്നു ഗുരുവിനത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ശിവശതകത്തിലാണെങ്കിലും സ്വാനുഭവ ഗീതിയിലാണെങ്കിലും പിന്നെ അനുകമ്പാ ദശകത്തിലാണെങ്കിലും ഒക്കെ ഈ ഒരു ശൈവ സാന്നിധ്യം നമുക്ക് ദർശിക്കാവുന്നതാണ് ഗുരുവിന്റെ. കാരണം ഗുരുരേവ ശിവസ്വയം, ശിവസാക്ഷാത് ശിവേവ ഗുരുസ്വയം എന്ന് പറയാറുണ്ട് നമ്മളല്ലേ. ഉഭയോരന്തരം കിഞ്ചിത് ന ദ്രഷ്ടവ്യം മുമുക്ഷുഭിഹി എന്ന് പറയും. സാക്ഷാൽ ശിവസ്വരൂപം തന്നെയാണ്. ശിവമെന്ന വാക്കിന് മംഗളമെന്നും ജ്ഞാനമെന്നും ഒക്കെയാണ് അർത്ഥം കേട്ടോ. ആ ജ്ഞാനസ്വരൂപം തന്നെയാണ് ഗുരുക്കന്മാര്. അപ്പോ ഈ തേവാരം കൃതികൾക്ക് സമാനമായ കൃതി ഗുരു നമുക്ക് രചിച്ചു തന്നിട്ടുണ്ട് തമിഴിൽ. അതിന്റെ പേരാണ് തേവാര പതികങ്ങൾ അല്ലെങ്കിൽ നൈനാർ പതികം എന്ന് പറയും. അവിടെ ഇപ്പൊ നമ്മള് അങ്ങനെ പോകുമ്പോൾ നെയ്യാറ്റിൻകര, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര താലൂക്കില് അരുമാനൂരിലെ സ്ഥിതി ചെയ്യുന്ന അരുമാനൂർ നൈനാർ ക്ഷേത്രം നമ്മളൊന്ന് പരാമർശിച്ചു പോകേണ്ടിയിരിക്കുന്നു. തേവാര പതികങ്ങളെ കുറിച്ച് പറയുമ്പോൾ, തമിഴ് കൃതികളെ വിചാരം ചെയ്യുമ്പോൾ ആ അരുമാനൂരിലേക്ക് നമുക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ് ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങളായിരുന്നു ഇവിടം. ഏകദേശം 500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് അന്നുണ്ടായിരുന്നത്. കൊല്ലവർഷം 900 അടുത്ത്
ആ തമിഴ് ബ്രാഹ്മണര് ആ ദേശം വിട്ട് ഒന്നടങ്കം അവിടെ നിന്ന് പോയി. ആ സമയത്ത് പ്രദേശവാസികളോട് അവർ അരുളി ചെയ്തത് ഈ ക്ഷേത്രത്തിലെ വിളക്ക് കെടാതെ സൂക്ഷിക്കണമെന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. അങ്ങനെ അവർ ആ ദേശം വിട്ടു പോയി. ആ ദേശവാസികളിലേക്ക് ആ ദീപം പകർന്നു കൊടുത്തിട്ടാണ് അവർ പോയത്. അപ്പോഴാണ് മരുത്വാമലയിലെ തപസ്സിന് ശേഷം പരബ്രഹ്മ സ്വരൂപനായ ഗുരു ലോകസംഗ്രഹ പ്രവർത്തനവുമായി ഭിക്ഷാന്തേഹിയായി ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഗുരു അരുമാനൂരിൽ എത്തുന്നത്. അരുമാനൂരിലെ ആ ശിവചൈതന്യം തുളുമ്പുന്ന ആ ദിവ്യമായ പ്രദേശത്തെത്തിയപ്പോൾ ഗുരു പറയുന്നുണ്ട്, ഇവിടെ ക്ഷേത്രം പുനരുദ്ധരിക്കണം, ഇവിടെ ക്ഷേത്രപ്രതിഷ്ഠ വിഗ്രഹം പുനരുദ്ധാരണം ചെയ്ത് ഇവിടെ ചൈതന്യം പരത്തണം എന്ന് നാട്ടുകാരോട് പറയുകയും ആ നയിനാർ പ്രതിഷ്ഠ, അതായത് ശിവനെ നയിനാരായും പാർവതിയെ നച്ചിയാരായും ആരാധന ചെയ്യുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് അരുമാനൂർ നയിനാർ ക്ഷേത്രം. അപ്പൊ ഗുരു തന്നെയാണ് ആ പ്രതിഷ്ഠ എടുത്ത് ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു ഗുരു. എന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു, ഇവിടെ ക്ഷേത്രം നിർമ്മിക്കണം, ഇവിടെ പ്രതിഷ്ഠ ചെയ്യണമെന്ന്. അങ്ങനെ ഗുരു അത് ശരിക്കും 1928 ഗുരുവിന്റെ മഹാസമാധിക്ക് തൊട്ടു മുൻപ് ഗുരു ഭൈരവൻ ശാന്തികളോട് പറയുന്നുണ്ട്, അരുമാനൂരിൽ നയിനാർ പ്രതിഷ്ഠ നടത്തണമെന്ന്. അങ്ങനെ ഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷം ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഭൈരവൻ ശാന്തികള് അവിടെ നയിനാർ പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ ഭൈരവശാന്തികൾ പറയുന്നു, ഗുരുവിന്റെ പ്രത്യക്ഷമായ ഒരു സാന്നിധ്യവും ആ ഒരു ചൈതന്യവും അനുഭവപ്പെട്ടു എന്ന് ഭൈരവശാന്തികൾ പറയുന്നുണ്ട്. ഒരു കുരുക്ഷേത്രമൊക്കെ അവിടെ ഉണ്ട്, നിങ്ങളിൽ പലരും പോയിട്ടുണ്ടാവും അവിടെ. അതായത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നിരവധി ഭക്തജനങ്ങള് അരുമാനൂരിലും എത്താറുണ്ട്. ഇത്രയും പറഞ്ഞു വന്നത്, അരുമാനൂരിലെ ആ പ്രകൃതി രമണീയമായ ആ സുന്ദരമായ ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ടാണ് ഭഗവാൻ നയനാർ പതികങ്ങൾ അല്ലെങ്കിൽ തേവാര പതികങ്ങൾ എന്ന ആ തമിഴ് കൃതി രചിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പോഴും അതിലേക്കൊക്കെ കടന്നു വരുന്നേ ഉള്ളൂ അല്ലെ. അതിനകത്ത് ആ കൃതി ആകവേ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് അദ്വൈതമാണ്. ശിവസ്തുതിപരമായ കൃതികളുടെ കൂട്ടത്തിലാണ് അത് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ പൂർവികര്. പക്ഷെ അത് ശരിക്കും അദ്വൈത സൗരഭ്യം തുളുമ്പുന്ന കൃതി തന്നെയാണ് നയനാർ പതികം അല്ലെങ്കിൽ തേവാര പതികങ്ങൾ. 10 ശ്ലോകങ്ങളുള്ള 5 പതികങ്ങൾ, 50 ശ്ലോകങ്ങളുണ്ട് തേവാര പതികങ്ങൾ. ഒരു പതികത്തിൽ 10 ശ്ലോകങ്ങൾ, അതാണ് പതികം എന്ന് പറഞ്ഞു. അങ്ങനെ 50 ശ്ലോകങ്ങൾ അടങ്ങിയ തേവാര പതികങ്ങൾ. അതിലെ പതികം 1 പറയുന്നുണ്ട്, പൊന്നേ മണിയേ മരതകമേ മന്നേ മയിലേ മാനിലമേ. വരികൾ കൃത്യമായി കിട്ടുന്നില്ല. പൂവേ മധുവേ പൂമ്പൊടിയേ മന്നേ മയിലേ കുയിലേ വന്മലയേ ചിലയേ മാനിലമേ. പറയാ പരമസത്യത്തെ ഗുരു പറയാ, പൊന്നേ അല്ലെ, പൊന്നിൻകനി എന്ന് ദേവീസ്തവത്തിൽ വിളിച്ച പോലെ പൊന്നേ, മണിയേ, രത്നമേ, മരതകമേ, മരതകക്കല്ലേ, പരബ്രഹ്മസ്വരൂപത്തെ സംബോധന ചെയ്യുന്നതാണ്. പൂവേ, നീ പൂവാണ്, അതിലിരിക്കുന്ന തേനാണ്, അതിന്റെ പൂമ്പൊടിയാണ്. പൂവേ മധുവേ പൂമ്പൊടിയേ. മന്നേ, നീ ഭൂമിയാ അല്ലെ. പിന്നെ എന്താണ്? മയിലേ, മയിലാണ്. അതുപോലെ തന്നെ എന്താ? കുയിലേ, കുയിലാണ്. വൻമലയേ, വലിയ പർവ്വതങ്ങൾ നീയാണ്, മല നീയാണ്, കുയില് നീയാണ്, മയില് നീയാണ്, പൂവും പൂമ്പൊടിയും ഒക്കെ നീയാണ് അല്ലെ. പിന്നെ പറയാ വൻമലയേ ചിലയേ, ശില നീയാണ്. മാനിലമേ, ഈ ഭൂമി ആകെ നീയാണ്, നീയല്ലാതൊന്നുമില്ല വേറൊന്നും എന്നാണ് അവിടെ പറയുന്നത്. അതായത് നമ്മൾ മലയാളത്തില് ജനനി നവരത്ന മഞ്ജരിയിൽ പറഞ്ഞില്ലേ, മീനായതും ഭവതി മാനായതും ജനനി എന്ന് പറഞ്ഞില്ലേ. അപ്പോ എല്ലാതുമായിരിക്കുന്നത് നീയാണ് എന്ന് തമിഴ് ഭാഷയിലെ വളരെ മനോഹരമായ പദങ്ങൾ വെച്ചുകൊണ്ട് ഗുരു പറയുമ്പോൾ അവിടത്തേക്ക് ഏത് ഭാഷയിൽ പറഞ്ഞാലും ഒന്നേ പറയാനുള്ളൂ, നീയും ഞാനും അടക്കം ഈ പുല്ലിലും പുഴുവിലും പൂമ്പാറ്റയിലും പൂമ്പൊടിയിലും
അത് സകലതിലും സർവ്വതിലും ഇരിക്കുന്നത് ഏകമായ ചൈതന്യമാണ് എന്നാണ് ഗുരു ഒരു സ്തോത്രഗതി നമുക്ക് പറഞ്ഞു തരുമ്പോൾ പോലും നമ്മളോട് പറഞ്ഞു തരുന്നത്. എല്ലാതും നീയാണ്. ഈ ഒരു ദർശനമാണ് ഗുരുവിൻ്റെ ആ അനുകമ്പാ സ്വരൂപനായ ഗുരുവിനെ ഇന്ന് ലോകം മുഴുവൻ നെഞ്ചിലേറ്റുന്നത്. ഈ ഒരു കരുണയോടെ, ഈ ഒരു അനുകമ്പയോടെ, ഈ ഒരു വിശ്വദർശനം ഗുരുവിന് ഉണ്ടായതുകൊണ്ടാണ് സർവ്വലോകാനുരൂപനായി ഗുരു മാറിയത്. ആരെല്ലാം ആ തിരുസന്നിധിയെ, ആ സാന്നിധ്യത്തെ അറിയുന്നോ അവരെല്ലാം ശിരസ് നമിച്ചിട്ടുണ്ട് ആ പുണ്യപാവന പാദങ്ങളിൽ. കാരണം ഇതാണ് ദർശനം, ഏകതയാ ഗുരുവിന്റെ ദർശനം. ഒരു പൂമ്പൊടിയെ പോലും ആ മഹദിവ്യ ചൈതന്യത്തിന്റെ വിഭൂതിയായിട്ടാണ് അവിടുന്ന് അനുഭവിച്ചിട്ടുള്ളതും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ. അതുപോലെ തന്നെ ശിവശതകം എന്ന കൃതിയിലെ 2-ാം മന്ത്രം, അതിലെ മംഗള ശ്ലോകങ്ങളാണ്. തുടക്കത്തിലെ കുറച്ച് ശ്ലോകങ്ങള് സ്തുതിയാണ്, മംഗളമാണ്. ആ മംഗള ശ്ലോകത്തിലെ 2-ാം അധ്യായത്തിലും ഗുരു തിരുക്കുറളിനെ കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ഈ തമിഴ് സാഹിത്യത്തോടുള്ള, ഈ തമിഴ് കൃതികളോടുള്ള ആ ആഴത്തിലുള്ള ആ ഒരു ഇഷ്ടം നമുക്കവിടെ മനസ്സിലാക്കാം. ഉന്നിഷ്ടം എന്നിഷ്ടം അല്ലെ, ഭഗവാന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, നമ്മുടെ ഇഷ്ടം. നമ്മളത് പഠിക്കുന്നത് ഗുരു നമുക്കിത് തന്നത് കൊണ്ടല്ലേ നമ്മളിതെല്ലാം പരിചയപ്പെടുന്നതും അറിയുന്നതും ഒക്കെ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടെന്ന് നമ്മൾ തേടി പിടിക്കുകയോ അറിയുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നത് മാത്രമേ അടിയങ്ങൾക്കുള്ളൂ ഭഗവാനെ. അപ്പൊ അവിടുന്ന് തന്നത് ഞങ്ങള് ഇങ്ങനെ പറയുന്നു. അത് അനുഭൂതികമാക്കി ഞങ്ങൾക്ക് തരാൻ ഇനി എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ സദ്ഗുരു ഞങ്ങൾക്ക് അത് അനുഭൂതികമാക്കി തരണമെന്ന് നമുക്ക് ഇങ്ങനെ ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഇരുന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാനേ സാധ്യമാകും. അപ്പോൾ ശിവശതകത്തിൽ ഗുരു പറയുന്നുണ്ട്, അരുമറനാലുമൊരിക്കലോതി മുന്നം കരിമുകിൽ വർണ്ണനു പങ്കു ചെയ്തു നൽകി പരമതു വള്ളുവർ നാവിലും ഒഴിഞ്ഞ പരിമള ഭാരതി കാത്തുകൊള്ളുക നിത്യം. ഇവിടെ വേദങ്ങൾ അരുമറ 4 ഓതി, ഒരിക്കൽ ഓതി എന്ന് പറഞ്ഞ ഈ വേദം, ഈ ജ്ഞാനം, വേദം എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രന്ഥത്തെ എടുക്കരുത്. 4 ഗ്രന്ഥമല്ല നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. പരമമായ സത്യത്തെ 4 വേദങ്ങളാക്കി പകുത്തത് വേദവ്യാസനാണെന്ന് നമുക്കറിയാം. ഈ പരമമായ സത്യത്തെ, പരബ്രഹ്മ സ്വരൂപത്തിന്റെ ശക്തി തന്നെയായ ദേവിക്കാണ് ആദ്യം അറിയാവുന്നത്. ആ ദേവിയിൽ നിന്നാണ് ഇത് ഗുരുപരമ്പരകളിലേക്ക് കിട്ടിയിരിക്കുന്നത്. ബ്രഹ്മശക്തി തന്നെയാണ് ദേവി, ബ്രഹ്മം തന്നെയാണ് ദേവി. അതുകൊണ്ടാണ് പരിമള ഭാരതി എന്ന് ഗുരു പറഞ്ഞത്. ആ സത്യസൗരഭ്യം തുളുമ്പുന്ന ആ ദേവി, ആ വേദസാരം തന്നെയാണ് സരസ്വതി ദേവി തന്റെ മക്കൾക്ക് പകർന്നത്. അത് ആദ്യം പകർന്നത് ആ കരിമുകിൽ വർണ്ണനാണ്, കൃഷ്ണദ്വൈപായനാണ്, വേദവ്യാസനാണ്. അത് 4ആയി തിരിച്ച് കാട്ടിക്കൊടുത്തു. അതിനുശേഷം ശേഷം അത് വള്ളുവർ നാവിലും ഒഴിഞ്ഞ, വള്ളുവരുടെ നാവിലൂടെയും മനുഷ്യ സമൂഹത്തിലേക്കും ഒഴിഞ്ഞു തന്ന, പകർന്നു തന്ന ആ വാഗ്വിലാസിനിയായ ബ്രഹ്മശക്തിയായ ദേവിയെ സ്തുതിക്കുമ്പോൾ ഗുരു ആര്യ ദ്രാവിഡ സംസ്കാരത്തെ അങ്ങ് ചേർത്ത് വെക്കുന്നുണ്ട് അവിടെ, അല്ലെ? വ്യാസനിലൂടെ, തിരുവള്ളുവരിലൂടെ ഒക്കെ പകർന്നു കിട്ടിയ ആ വലിയ ജ്ഞാനത്തെ കണ്ടുകൊണ്ടാണ്, പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗുരു ശിവശതകം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇതൊക്കെ ആ തമിഴ് സാഹിത്യത്തോടുള്ള ഗുരുവിൻ്റെ ആ ഒരു ആഴം, അല്ലെങ്കിൽ അത് തന്നെയാണ് ഗുരു ശിവസ്വരൂപമാണല്ലോ. ചൈതന്യ സ്വരൂപമായ ഗുരുക്കന്മാർക്ക് ഈ ദർശനം ഉൾക്കാഴ്ച തന്നെയാണ്. അവരൊന്നും പോയി പഠിച്ചിട്ട് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതി വെക്കുന്നതല്ല. അതൊക്കെ നമുക്ക് ദേവാരപതികങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വല്ലാതെ, കാരണം എല്ലാ ആശയവും ഒന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പൊന്നേ മണിയേ മരതകമേ പൂവേ മധുവേ പൂമ്പൊടിയേ മണ്ണേ മയിലേ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഗുരു പറയും, എല്ലാ ഉയിരും നിന്നൊരു, എല്ലാ ഉടലും നീ, എല്ലാ ഉലകും നിൻ കളിയല്ലാതവയില്ലേ. നമ്മൾ കരഞ്ഞു പോകും ശരിക്കും. നമുക്ക് തമിഴൊന്നും അറിയണ്ട, അപ്പൊ അതിന്റെ വാക്ക് നമ്മളൊന്ന് ചൊല്ലിയാ മതി. എല്ലാ ഉയിരും നീ, ഭഗവാനെ എല്ലാ
ഉയിരുകൾ എന്ന് പറഞ്ഞ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഉയിര് എന്ന് പറഞ്ഞ ജീവനായത് നീയാണ്. ഈ പൊന്നിന്റെ മണിയും പൂവും മധുവും പൂമ്പാറ്റയും അല്ലെ, എല്ലാ പുൽച്ചാടിയിലും എല്ലാ ഉയിരും നീയല്ലേ അല്ലെ. എല്ലാ ഉടലും നിന്നുടൽ. ഏതൊക്കെ നാമങ്ങളും രൂപങ്ങളും ഇവിടെ ഉണ്ടോ അത് നീയാണ്. ഏതൊക്കെ ജീവനുകൾ ഇവിടെ ഉണ്ടോ അത് നീയാണ് അല്ലെ. എല്ലാ ഉലകും നീ. 14 ലോകം, എത്ര ലോകങ്ങൾ ഇവിടെ കാണുന്നു. ഓരോ ജീവികൾക്കും ഓരോ ലോകമുണ്ട്. ഒരു ഉറുമ്പിനൊരു ലോകമുണ്ട്, പക്ഷിക്കൊരു ലോകമുണ്ട്, പാമ്പിനൊരു ലോകമുണ്ട്, മനുഷ്യനൊരു ലോകമുണ്ട്. ഈ ലോകങ്ങളെല്ലാം അവരുടെ മനസ്സാണ് അല്ലെ. അപ്പൊ എല്ലാ ലോകവുമായിരിക്കുന്നതും നീ തന്നെയാണ്. നിൻകളിയല്ലാതെ വയില്ലേ. ആലോചിച്ച് നോക്കിയേ ഭഗവാനെ, ഇങ്ങനെ ഇപ്പൊ ഇരുന്ന് പറയിപ്പിക്കുന്നതും അവിടുത്തെ ലീലകള്, നമ്മളെ കേൾപ്പിക്കുന്നതും അവിടുത്തെ ലീലകള്. നിന്റെ കളിയല്ലാതെ ഒന്നും ഇവിടെ ഇല്ല എന്ന് ഭഗവാൻ ശ്രീനാരായണ പരമർഷി തിരുക്കുറളിലൂടെ തേവാര പതികങ്ങളിലൂടെ പറഞ്ഞു വെക്കുക. അതിൽ ഓരോ പതികങ്ങളും നിങ്ങൾക്ക് അർത്ഥമൊന്നും അറിയണ്ട, വെറുതെ നമ്മൾ വായിക്കുമ്പോൾ നമ്മളിലൂടെ ഇങ്ങനെ അറിവുകള് തന്നെ ഒരു ചൈതന്യം ആ വാക്കുകൾക്ക് വന്നിട്ട് അത് നമ്മളിലേക്ക് സ്പന്ദിക്കും. അതാണ് ഗുരുവിന്റെ കൃതികളുടെ ചൈതന്യം എന്ന് പറയുന്നത്. എടുത്തൊന്ന് ചൊല്ലിയാൽ പല പല ഋഷിമാരും പല ആധ്യാത്മിക പ്രഭാഷകരും ഗുരുവിന്റെ കൃതികൾ അവർ തൊട്ടിട്ടുണ്ടെങ്കിൽ അവരൊരു എക്സാമ്പിൾ പറയുമ്പോൾ മിക്കവാറും അറിയാതെ അവരുടെ വായിലേക്ക് വരുന്നത് ഈ വാക്കുകളായിരിക്കും. ആത്മോപദേശ ശതകവും ദർശനമാലയും അതുപോലെയുള്ള കൃതികളായിരിക്കും കടന്നു വരുന്നത്. കാരണം അതില് അനുഭവമാണത്. അത് ഒരിക്കലും ആലോചിച്ച് വാക്കുകൾ എഴുതിയതല്ല, അനുഭവം ഊറി വരിക, സ്വത്വത്തിൽ നിന്ന് ഊറി വന്ന അനുഭവമായതുകൊണ്ടാണ് അത് ഒരിക്കൽ കേട്ടാൽ ചൈതന്യം നമ്മളിലേക്ക് പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് തിരുക്കുറളില് നമ്മൾ പറഞ്ഞു, നമ്മുടെ വിഷയം തിരുക്കുറളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അതിലെ 38 അധികാരങ്ങളിൽ 4 അധികാരങ്ങളാണ് ഗുരു നമുക്ക് തർജ്ജമ ചെയ്ത് തന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഇതിൽ കൂടുതൽ അധ്യായങ്ങൾ ഉള്ളതാണോ, നമുക്ക് അത് ഭഗവാൻ തന്നിട്ട് നഷ്ടപ്പെട്ടു പോയതാണോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും കിട്ടിയത് നമുക്ക് നിധി പോലെ സ്വീകരിച്ച് അതിനെ പഠിച്ച് അതിനെ പഠിപ്പിച്ച് അതിനെ ജീവിതത്തിലേക്ക് എടുത്ത് പഠന പാഠനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ശുദ്ധീകരിച്ച് കൊണ്ടുപോകാം. ഏകദേശം 1894 ഗുരു തിരുക്കുറൾ തർജ്ജമ ചെയ്തത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതിലെ ആദ്യത്തെ അധ്യായമാണ് കടവുൾ വാഴ്ത്ത്. കടവുൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഉള്ളു കടഞ്ഞെടുക്കുന്ന ഉള്ളായിരിക്കുന്നത് ദൈവമാണല്ലോ. അതിനെ കടഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ അതിൽ നിന്ന് അനുഭവിക്കുക എന്നുള്ള അർത്ഥം. ആദ്യത്തെ അധ്യായമാണ് കടവുൾ വാഴ്ത്ത് അഥവാ ദൈവസ്തുതി. ദൈവസ്തുതി. ഇതിലെ നമുക്ക് ഇപ്പൊ ദൈവസ്തുതി എന്ന് പറയുമ്പോൾ 10 ശ്ലോകങ്ങളുണ്ട്. അതില് നമുക്ക് 10 ശ്ലോകങ്ങളോട് കൂടി ദൈവത്തെ സ്തുതിച്ച് തന്ന മറ്റൊരു വിശ്വ പ്രാർത്ഥനയുണ്ട്. അനേകം 100-ലധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത് ഉപനിഷത്തുക്കളെ അടക്കി വെച്ച് ഉപനിഷത്ത് സാരമായിരിക്കുന്ന സകലവിധമായ എല്ലാ മതങ്ങൾക്കും പ്രാർത്ഥിക്കാവുന്ന, എല്ലാവർക്കും ഒരുമിച്ച് യാതൊരു ഒരു എൻ്റെ നിന്റെ എന്നുള്ള ഭാവമില്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ദൈവദശകം എന്ന ദൈവസ്തുതി ഉണ്ട് നമുക്കല്ലേ. അതിനോട് തന്നെ ചേർത്ത് വെക്കാവുന്ന ഒന്നാണ് ദൈവസ്തുതി അല്ലെ. കടവൂൾ വാഴ്ത്ത്, അതും 10 ശ്ലോകമുണ്ട്. അപ്പോൾ ദൈവദശകവും ദൈവസ്തുതി അഥവാ കടവുൾ വാഴ്ത്തൊക്കെ നമുക്ക് ചേർത്ത് വെച്ച് ഇനി നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് അതൊക്കെ ഉൾപ്പെടുത്തണം. ലളിതമായ മലയാളത്തിലാണ് ഗുരു തമിഴ് നമുക്ക് തന്നിരിക്കുന്നത്. ഈശാവാസ്യം നമുക്ക് ആ കടുകട്ടിയുള്ള സംസ്കൃത പദങ്ങൾക്ക് എത്ര ലളിതമായ മലയാള പദങ്ങൾ വെച്ച് ഗുരു നമ്മളെ ഉപനിഷത്ത് പഠിപ്പിച്ചു അല്ലെ. അതുപോലെ തമിഴ് സാഹിത്യത്തിലേക്ക് ഗുരു നമ്മെ കൊണ്ടുപോവുകയാണ്. ഒരു വായന തുടങ്ങണം. ഈ തേവാര പതികങ്ങളൊക്കെ എടുത്തു വെച്ച് നിങ്ങളൊന്ന് വെറുതെ വായിച്ചു നോക്കൂ ഇതിന് കേട്ടതിന് ശേഷം. അപ്പോ അതിലെ ദൈവസ്തുതി അല്ലെങ്കിൽ കടവുൾ വാഴ്ത്തിലെ 1-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: അകാരമാമെഴുത്താദിയാകും എല്ലാ എഴുത്തിനും ലോകത്തിനേകനാമാദി ഭഗവാനാദിയായിടും
അകാരമാമെഴുത്താദിയാകുമെല്ലാ എഴുത്തിനും ലോകത്തിനേകനാമാദി ഭഗവാനാദിയായിടും. ഇവിടെ അധ്യാക്ഷരം അകാരമാണല്ലോ. അകാരം അതായത് അക്ഷരങ്ങൾക്കെല്ലാം ആദ്യാക്ഷരമായിരിക്കുന്നത് അകാരമാണ്. അപ്രകാരം പ്രപഞ്ചോത്പത്തിക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിന് ആദി കാരണമായിരിക്കുന്നത് ഈ പരബ്രഹ്മസ്വരൂപനായ ജഗദീശ്വരനാണെന്ന്. അപ്പോൾ അക്ഷരം അല്ലെ, ഞാൻ അക്ഷരം എന്ന് പറഞ്ഞാൽ നക്ഷരം എന്നർത്ഥം. നക്ഷരം നാശമില്ലാത്തത്. ഓരോ അക്ഷരവും ഓരോ മന്ത്രങ്ങളാണ്. ഓരോ മന്ത്രവും നാശമില്ലാത്തതാണ്. നക്ഷരം അക്ഷരം, ന മന്ത്രം അമന്ത്രം എന്ന് പറഞ്ഞ പോലെ മന്ത്രമല്ലാത്ത ഒരക്ഷരവുമില്ല. എല്ലാ അക്ഷരവും മന്ത്രങ്ങളാണ്. അപ്പൊ ഈ മന്ത്രാക്ഷരങ്ങൾക്കെല്ലാം ആദിയായ അക്ഷരം ആദ്യക്ഷരാവലിയിൽ അല്ലെ ഓരോന്നെടുത്തു. അത് എഴുത്തച്ഛനും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വരികൾ ഓർമ്മയില്ല. ആദ്യക്ഷരാവലിയിൽ ഓരോന്നെടുത്തു വരി കീർത്തിച്ചു ഇങ്ങനെ തുടങ്ങുന്ന ഒരു മന്ത്രം അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ എഴുത്തച്ഛനും ഈ അകാരത്തെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അക്ഷരങ്ങൾക്കെല്ലാം ആദ്യാക്ഷരമായിരിക്കുന്നത് അകാരമായിരിക്കുന്നത് പോലെ ഈ സമസ്ത ചരാചരങ്ങൾക്കും ആദി കാരണമായിരിക്കുന്നത് അത് സാക്ഷാൽ ജഗദീശ്വരൻ തന്നെയാണെന്ന്. അല്ല, അങ്ങനെയുള്ള ആ ദൈവത്തിനെ പറഞ്ഞുകൊണ്ടാണ് ദൈവസ്തുതി തുടങ്ങുന്നത്. അതായത് ദൈവമേ കാത്തുകൊള്ളുകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ എന്ന് ദൈവദശകത്തിൽ പ്രാർത്ഥിക്കുന്ന ആ ദൈവത്തെ തന്നെയാണ് ഗുരു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഓർക്കണം. അതുകൊണ്ട് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്, അക്ഷരാണാം, അല്ലയോ അർജുന, അക്ഷരാണാം അകാരോസ്മി, ഞാൻ അക്ഷരങ്ങളിൽ അകാരമാകുന്നു. എന്നിട്ട് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ എടുത്തിട്ട് ഞാൻ പല വൃക്ഷത്തിൽ ഇന്നതാണ്, ഓരോന്നിലും ഞാൻ ഇന്നതാണ് എന്നുള്ള ശ്ലോകം നിങ്ങൾ വായിച്ചെടുത്തോളൂ. അത് അപ്പോ അക്ഷരങ്ങളിൽ അകാരമാകുന്നു, അകാരഹ അസ്മി ആകുന്നു ഞാൻ. അവിടെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഓരോ അധ്യാത്മ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും അവർക്ക് പറയാനുള്ളത് ഒന്നാ. നമ്മളാണത് ഗീത നമുക്ക് പറ്റുന്നതല്ല, തിരുക്കുറൾ അവർക്ക് പറ്റുന്നതാണ്, അല്ലെ, ശങ്കരഗതി ഇവർക്ക് പറ്റുന്നതാണ്, എനിക്ക് പറ്റുന്ന ഇത് മാത്രമാണ്. അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ എല്ലാത്തിനെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് ഭഗവാൻ നമുക്ക് തന്നത്. ഒന്നിനെയും ഒരു ഗ്രന്ഥത്തെയും നിരാകരിക്കാനുള്ള അറിവോ കഴിവോ ശക്തിയോ നമുക്കില്ല എന്നുള്ളതിനെ നമ്മൾ അറിയണം. ഒരു ഗുരുവിനെയും നിന്ദിക്കാനോ ആ ഗുരു പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനോ സാധാരണ മനുഷ്യരായ പരമമായ അറിവിലെത്താൻ അറിവില്ലാത്ത നമ്മൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞ എന്താ പറയാ, ആ ഗുണമാം കുന്നേറിയങ്ങു നിൽക്കുന്ന മുനിമാരുടെ കോപം ക്ഷണികമെന്നാകിലും ഭൂവിൽ ദുർവാരമാമത്. അവരാരെ ശപിക്കുകയൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിയാതെ പറയുമ്പോൾ ആ ശാപം ഗുരുശാപമായി നമ്മിലേക്ക് വരും. കാരണം നമ്മൾ അറിയാതെയാണ് വിമർശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അറിയാതെ പോലും ഒരു ഗുരുനിന്ദയും നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനേ പാടില്ല. അപ്പൊ ഭഗവാൻ ഗീതയിൽ പറയുന്നത് അക്ഷരാണാം അകാരഹ അസ്മീന, അക്ഷരങ്ങളിൽ ഞാൻ അകാരമാകുന്നു അർജുന. പ്രപഞ്ചത്തിന്റെ ആരംഭവും മധ്യവും അവസാനവും ഞാൻ തന്നെയാണ്. അഹമാദിശ്ച മധ്യശ്ച അന്തശ്ച എന്നുള്ള ശ്ലോകം പരിശോധിച്ചോളൂ. അതിനകത്ത് ഭഗവത്ഗീത പറയുന്നുണ്ട്, ഞാൻ ആദിയും മധ്യവും അന്തവുമാണ്. പിന്നെ പറയുന്നത് അക്ഷരം ബ്രഹ്മപരമം, അക്ഷരമം പരമമായ ബ്രഹ്മമാണ് എന്ന് ഭഗവത്ഗീത പറയുന്നു. അതായത് ക്ഷരാക്ഷര ബ്രഹ്മയോഗം എന്ന ഭഗവത്ഗീതയുടെ അധ്യായം നിങ്ങൾ എടുത്തു നോക്കൂ. 8ാം അധ്യായം ക്ഷരാക്ഷര ബ്രഹ്മയോഗത്തിൽ എടുത്ത് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് പഠിക്കാം. അക്ഷരം ബ്രഹ്മപരമം നമ്മൾ തുടങ്ങുന്നുണ്ട്. ഓമിത്യക്ഷരം ഓമിത്യേകാക്ഷരം ബ്രഹ്മ, അല്ലെ, നിങ്ങൾ മാണ്ഡുക്യ ഉപനിഷത്തൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ അവിടെയൊക്കെ ഈ അക്ഷര ബ്രഹ്മത്തെ, ഈ അക്ഷരത്തെ ബ്രഹ്മസ്വരൂപമായി കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഗുരുക്കന്മാർ വെച്ച് തരുന്നുണ്ട്. അപ്പോൾ 1ാമത്തെ ശ്ലോകം അങ്ങനെയാണ് തുടങ്ങുന്നത്. ഒന്ന് പരിചയം, ഒരു നിന്മാത്ര പരിചയം, ഒരു സൂചന മാത്രമേ തരാൻ പറ്റുള്ളൂ നമുക്ക്. അല്ല, കാരണം നമുക്ക് വളരെ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് ഇനി ഒരിക്കൽ ഒരു ക്ലാസ്സിന് അവസരം കിട്ടുമ്പോൾ ബാക്കി നമുക്ക് വിചാരം ചെയ്യാം എന്നേ പറയാൻ പറ്റുള്ളൂ. 2ാമത്തെ മന്ത്രത്തിലൂടെ കടക്കുമ്പോൾ കടവുൾ വാഴ്ത്തിലെ 2ാമത്തെ ദൈവസ്തുതിയിലെ 2ാമത്തെ ശ്ലോകം പറയുമ്പോൾ
സത്യമാമറിവാർന്നുള്ള ശുദ്ധരൂപന്റെ സത്പദം തൊഴായികിൽ വിദ്യ കൊണ്ടെന്തിങ്ങുളവാകും പ്രയോജനം. ഇത് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇപ്പൊ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 5:45 നമ്മുടെ ക്ലാസ്സിന്റെ ടൈം 5:45 അതോ 6 6 മണി. അപ്പൊ ഇനി 6 മണിയാകുമ്പോൾ നമ്മളുടെ ഈ സത്സംഗത്തിലേക്ക് കുട്ടികൾ കടന്നു വരും. അതില് ഒരു കുട്ടിയെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാൻ ഈ സ്മൈൽ സാധനയ്ക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ കലിയുഗത്തിന്റെ കാലലീലകൾ ഇങ്ങനെ കളിയാടുന്ന ഈ കാലഘട്ടത്തിൽ അറിവിന്റെ വെളിച്ചം കൊടുത്തുകൊണ്ട് ഒരു കുഞ്ഞിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എത്ര ജന്മങ്ങൾ നമ്മളെ ശുദ്ധീകരിച്ചു എന്നറിയോ. അറിവ് പകർന്നു കൊടുക്കുക വേണ്ടത്. നമ്മളൊക്കെ ഇത്രയും കാലം വരെയൊക്കെ ജീവിച്ചു. ഇനി വരുന്നൊരു തലമുറയ്ക്കും അറിവിന്റെ വെളിച്ചം പകർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലത്. അതിന് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടുകളും എല്ലാ സഹായങ്ങളും ഈ കുഞ്ഞുങ്ങളെ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ മാതാപിതാക്കൾ ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ കുട്ടികളെയാണ് നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തി കൊണ്ടുവന്ന് അവരെ കണ്ണ് തുറപ്പിച്ചെടുക്കേണ്ടത്, ഗുരുവിലേക്ക് അടുപ്പിക്കേണ്ടത്. അപ്പോൾ ഇത് പറയാണ്, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം നേടുന്നവരാ. എന്തിനാ പള്ളിക്കൂടത്തിൽ പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഇരുന്നിട്ട് അറിവുള്ള അച്ഛനമ്മമാര്, ഈ അമൃതം നുകർന്ന അമ്മമാരെ, മക്കളെ ഞാൻ അനുഭവിച്ചത് നിങ്ങളും കൂടി അനുഭവിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പകർന്നു കൊടുക്കാൻ കൂടെ ഇരുത്തുന്നത്. എത്ര പേരാണ് അവർക്ക് അതിന് സഹായം ഒരുക്കുന്നത്. അതൊക്കെ ജന്മാന്തര സുഹൃതവും പുണ്യമൊക്കെയാണ്. എന്തൊക്കെ അസുഖമായാലും എന്തൊക്കെ ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങൾ വന്നാലും ആ വിദ്യ പകർന്നു കൊടുക്കുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറരുത്. ഒരു സാമൂഹിക സാഹചര്യങ്ങളും അതിനെതിരായി വരാനും പാടുള്ളതല്ല. കാരണം ആധ്യാത്മിക വിദ്യ എന്ന് പറഞ്ഞാൽ അവനവനെ പഠിക്കുന്ന അറിവാണ്. അവനവനെ പഠിക്കാതെ വിദ്യാലയങ്ങളിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ എന്ത് സബ്ജക്റ്റ് പഠിച്ചിട്ടും അത് ചൈതന്യവത്താവുമോ? ഇല്ല. അപ്പൊ നമ്മുടെ രമേശ് ജിയുടെ മോനൊക്കെ ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞപ്പോൾ, ടീച്ചർ ഒരു പാട്ട് പാടൂ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിന്റെ നാവിലേക്ക് ഊറി വന്നത് ദൈവദശകം. അത് കണ്ട് കരയാത്തവരാരും ഉണ്ടാവില്ല. എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാനത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. കാരണം കൊച്ചിന്റെ വാക്കുകൾക്ക് നമ്മളെ പോലെ ശുദ്ധീകരിച്ച് പിന്നെ പദ്യോച്ചാരണം ചൊല്ലുന്നതിന് മാർക്കിടുന്ന ക്ലാരിറ്റി ഒന്നും വേണ്ട. പക്ഷെ അവന്റെ മനസ്സാണത്. എനിക്ക് പാടാവുന്ന പാട്ട് ഇതാ. ആ ഒരു സംസ്കാരമാണ് നമ്മൾ ഇത് വേണ്ട ഇവിടെ നിന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? പറ്റില്ല. അത് കാരണം അത്ര ശക്തിയുണ്ട് ആ മന്ത്രങ്ങൾക്ക്. അപ്പോ ഇങ്ങനെ ഒരു സംസ്കാരമാണ് നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത്. അതായത് സത്യസ്വരൂപനായ ഭഗവാന്റെ ചൈതന്യം അല്ലെങ്കിൽ ഭഗവാന്റെ പാദത്തെ, സത്യമാം അറിവാർന്നുള്ള ശുദ്ധരൂപന്റെ ആ അറിവേ സ്വരൂപമായ ഈശ്വരന്റെ ആ പാദത്തെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് തന്നിൽ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, തന്നിലും സ്ഫുരിക്കുന്നത് ആ ഈശ്വര ചൈതന്യമാണെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം ഇവിടെ എന്ത് വിദ്യ നേടിയിട്ടും എന്താ പ്രയോജനം? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും സോഷ്യൽ സ്റ്റഡീസും ചരിത്രവും മാത്തമാറ്റിക്സും ഒക്കെ ആയിട്ട് ഈ പ്രപഞ്ചത്തെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എല്ലാത്തിനും ശക്തിയായിരിക്കുന്ന ആ എനർജി, ആ ചൈതന്യം ഈശ്വരാംശമാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഒരു ഭൗതിക വിദ്യയിലും ഇല്ല. ആ അറിവ് ആധ്യാത്മിക വിദ്യയിലാണ് ഉള്ളത്. ശരിയായ അറിവ്, അറിയേണ്ട അറിവിലുമേറിയ അറിവെന്ന് അതിന് ഒരു പേരിട്ട്. അതുകൊണ്ടാണ് അത് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അതോടൊപ്പം ഭൗതിക വിദ്യയും കൂടി കൊടുക്കുമ്പോഴാണ് സ്വർണത്തിന് സുഗന്ധം എന്നതുപോലെ ഈ ലോകത്തിന് ഗുണമുള്ള, അവനവന് ഗുണമുള്ള, കുടുംബത്തിന് ഗുണമുള്ള, ലോകത്തിന് ഗുണമുള്ള ഒരു നല്ല മനുഷ്യനായി ആ കുഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. അങ്ങനെ ഓർക്കുന്നു, 2005 പഠിപ്പിച്ചു പോയ, എൻ്റെ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചു പോയ ഒരു കുട്ടി ഒരു വലിയ പോലീസ് ഓഫീസറായിട്ട് ഒരു സല്യൂട്ട് ഇട്ടുകൊണ്ട് ഇന്നലെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. 2005 SLC. ഇപ്പൊ കുട്ടികൾക്ക് ചിലപ്പോൾ വല്ല 35 കണക്ക് കൂട്ടിയിട്ടല്ല പറയുന്നത് കേട്ടോ, ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും കൊടുക്കുന്ന നല്ല പാഠങ്ങളുടെ, നല്ല അറിവുകളുടെ മൂല്യങ്ങള് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. ആസ് എ പോലീസ് ഓഫീസർ പറയുന്നത്, ക്ഷമയുടെ പാഠങ്ങൾ ടീച്ചർ പഠിപ്പിച്ചു തന്നു. ദേഷ്യം വരുമ്പോൾ അതിനെ എങ്ങനെ അടക്കണമെന്ന് പറഞ്ഞു തന്നില്ലേ?
ഞാൻ കുട്ടിയുടെ മുഖമോ കുട്ടിയെയോ ഒന്നും ഓർമ്മയില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്ന നല്ല അറിവുകള് അത് എന്നും അവരുടെ ജീവിതത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ ആ MSc കെമിസ്ട്രി പഠിച്ച പോലീസ് ഓഫീസറായിരിക്കുന്ന കേരള പോലീസിലുള്ള ഒരു കുട്ടി എനിക്ക് അയച്ച മെസ്സേജ്. അതെൻ്റെ ഗിഫ്റ്റാണ്. എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൗതിക വിദ്യ പഠിപ്പിച്ച ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഇതിൽ കൂടുതൽ നമുക്ക് എന്താ കിട്ടാനുള്ളത്? അപ്പം നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ളത് ഈ അറിവ് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ അവരത് സമൂഹത്തിന് നല്ല മക്കളായിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രസംഗത്തിനും പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനൊക്കെ പ്രയോജനം ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ സത്യമായ അറിവ് പകർന്നു കൊടുത്തില്ലെങ്കിൽ നാം മറ്റെന്ത് വിദ്യ കൊടുത്താലും അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് പറയുന്നത്. അതായത് പുല്ലിലും പൂമ്പാറ്റയിലും പിന്നെ പൂമ്പൊടിയിലും പാമ്പിലും മലയിലും പുഴയിലും എല്ലാത്തിലും ചൈതന്യമായിരിക്കുന്നത് ഒരേ ചൈതന്യമാണെന്നറിഞ്ഞ് അവരുമായി സമരസപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ജീവിക്കാനാണ് നമ്മൾ വിദ്യ പകർന്നു കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൽ നമ്മൾ ഒരു മരം വെറുതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം നടുമ്പോൾ ഒരിക്കലും അവരുടെ ഉള്ളിലേക്ക് മരം ഒരു വരമാണ്, ഇതാണ് എൻ്റെ പ്രാണനെ നിലനിർത്തുന്നത്, എൻ്റെ ആഹാര വ്യവസ്ഥയെ നിലനിർത്തുന്നത്, ഇവിടുത്തെ ഈ പരിതസ്ഥിതിയെ നിലനിർത്തുന്നത് എന്ന് കുഞ്ഞിന് അറിയില്ല. ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്ത് കൃത്രിമത്വമുള്ളവരാക്കി നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒരു ഫോട്ടോയും വേണ്ട, തന്നെ എനിക്ക് ഈ മരത്തെ സംരക്ഷിക്കണം എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാക്കണം നമ്മൾ. അങ്ങനെയുള്ള നല്ല മൂല്യമുള്ള പാഠങ്ങളാണ് അവരുടെ ഉള്ളിലേക്ക് കവർന്നു വരേണ്ടത്. അതായത് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഭൂമിയെ ഒന്ന് തൊട്ടിട്ട് പാദസ്പർശം ക്ഷമസ്വമേ. നമ്മുടെ പണ്ടത്തെ സംസ്കാരമാണ്, ഇപ്പോഴും നമ്മൾ ചെയ്യുന്നവർ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ ഈ ഭൂമിയിലെ ദേവി അമ്മേ, ഞാൻ ഈ ഭൂമിയില് ദേവിയെ ഈ ഭൂമിയെ അമ്മയായിട്ട് കാണണം. പുത്രോഹം പൃഥിവ്യാഹ എന്ന് പറയാം. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്നു. ഞാൻ ഈ ഭൂമിയുടെയും കൂടി മകളാണ്. അപ്പോൾ എനിക്കിവിടെ ജീവിക്കാൻ അവസരം ഒരുങ്ങുന്നത് ഈ ഭൂമിയാണ്. അപ്പോൾ അതിനെ ഒന്ന് തൊട്ടിട്ട് നമസ്കരിച്ചിട്ട് പറയാ, ഞാനിവിടെ കാലുകൊണ്ട് അമ്മയെ ചവിട്ടിയത് കൊണ്ട് എനിക്ക് എന്നോട് പൊറുക്കണേ അല്ലെ. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡലേ അല്ലെ. അങ്ങനെ പറയണം. പാദസ്പർശം വിഷ്ണു വരികൾ കിട്ടുന്നില്ല, എന്താ പറയാ, പാദസ്പർശം ക്ഷമസ്വമേ എന്ന് നമ്മള് ആ വരി അത്രയും മാത്രം നമ്മൾ ഓർക്കാറുള്ളൂ. തൊടുമ്പോ എൻ്റെ പാദങ്ങൾ സ്പർശിച്ചതിന് എന്നോട് ക്ഷമിക്കണേ അല്ലെ. ഇങ്ങനെ പരിചയപ്പെടുത്തി നമ്മുടെ മക്കളെ കൊടുക്കണം. കാരണം എന്താണെന്നറിയോ, വേദിക് ലിറ്ററേച്ചർ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ജലത്തെ, മരങ്ങളെ, അതുപോലെ തന്നെ മണ്ണിനെ, വായുവിനെ ഒക്കെ ഗോഡായിട്ട്, ദൈവമായിട്ട് വേദം പരിചയപ്പെടുത്തി തരും. അപ്പൊ തുറക്കി ഇതന്നെ വട്ടാണെന്ന് ചോദിക്കും അല്ല. ഇന്നത്തെ പിള്ളേർ നമ്മളോട് അങ്ങനെ ചോദിക്കും. എന്തിനാണെന്ന് വെച്ചാല് അവയാണ് ഈ പ്രപഞ്ചത്തിൽ നമ്മളെ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് മരങ്ങൾക്കുണ്ട് അല്ലെ. മരം ഒരു വരം, 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം നടുക, സംരക്ഷിക്കുക എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇവർ വെറുതെ കാണപ്പാടം പഠിച്ച് പരീക്ഷ എഴുതും എന്നുള്ളതല്ലാതെ അത് മൂല്യമായി ഉള്ളിലേക്ക് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് മരങ്ങൾ വെട്ടി നശിപ്പിച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിയുകയും അല്ലെ, പുഴകളിൽ നിന്ന് മണ്ണ് വാരിയെടുത്ത് പുഴയുടെ അടിത്തട്ടിനെ എന്താ പറയാ ജലാംശമില്ലാതെ അതിനെ തകർത്ത് കളയുന്നതും, അതുപോലെ തന്നെ ഈ പ്രകൃതിയെ മലകളൊക്കെ ഇടിച്ചു കളയുന്നതും ഒക്കെ ചെയ്ത് എന്തിനാ? പണത്തിന് വേണ്ടിയും കൂടുതൽ സുഖഭോഗ വസ്തുക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ നിത്യശീതളിമയെ, ശാന്തതയെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിതൊന്നും നശിപ്പിക്കാൻ അവകാശമില്ല എന്ന് നമ്മൾ അറിയണില്ല. എങ്ങനെയാണോ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങള് അത് അങ്ങനെ തന്നെ അത് ഒരു കോട്ടവും വരുത്താതെ തിരിച്ചേൽപ്പിച്ചിട്ട് ഇവിടുന്ന് കടന്നു പോകേണ്ടവരാണ്. ഇത്തിരിയുള്ള മനുഷ്യ ജീവിതത്തിൽ എന്ത് നേടിപ്പിടിക്കാനാണ് നമ്മൾ ഇതെല്ലാം നശിപ്പിക്കുന്നത്? ഭൂമിയുടെ ആ ഒരു സ്വസ്ഥത നശിപ്പിക്കുന്നത്. പണ്ട് കാലത്ത് ഇതിനെയെല്ലാം തൊഴുത് നമസ്കരിച്ച് ആരാധിക്കുക എന്ന് പറഞ്ഞ അന്ധവിശ്വാസം എന്നല്ല അതിന്റെ അർത്ഥം. ഈ പ്രകൃതി വിഭവങ്ങളെയും പ്രകൃതിയെയും വൃക്ഷങ്ങളെയും ഒക്കെ
ജീവിതവുമായി ബന്ധപ്പെടുത്തി അവരെ അനുഗ്രഹത്തോടെ പഠിക്കുമ്പോഴാണ് അവർ നമ്മളോട് കനിയണത്. അപ്പോൾ ഒരു കൊടുങ്കാറ്റ് കൊണ്ട് വീട് തകരുകയോ നാട് തകരുകയോ ഇല്ല. വെള്ളം കിട്ടാതെ കഷ്ടപ്പെടില്ല. പ്രളയത്തിൽ മുക്കിക്കൊല്ലില്ല. മല ഇടിഞ്ഞു വീണ് ഭൂവിഭാഗം നശിപ്പിക്കില്ല. ഇതൊക്കെ നശിച്ചു പോകുന്നത് പ്രകൃതിയുടെ തിരിച്ചുള്ള ചലനങ്ങളാണ്. നമ്മുടെ പ്രവൃത്തിക്കുള്ള തിരുചലനങ്ങളാണ്, എതിർചലനങ്ങളാണ് പ്രകൃതിയിലൂടെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പൊ പണ്ട് ഉള്ള ഋഷീശ്വരന്മാര് നമുക്ക് തന്നിട്ടുള്ള അറിവുകളെല്ലാം നല്ല അറിവുകൾ തന്നെയാണ്. അതാണ് പറയുന്നത്, സത്യമാം അറിവാർന്നുള്ള ശുദ്ധരൂപന്റെ സത്പദം തൊഴായിൽ വിദ്യ കൊണ്ടെന്തിങ്ങുളവാകും പ്രയോജനം എന്ന് പറയാണ്. അപ്പോ നമ്മുടെ മക്കൾക്ക് നാം നേടുന്നതും നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതുമായ വിദ്യയിൽ ഈ സത്യമാം അറിവ്, ഈ പരബ്രഹ്മ സ്വരൂപത്തെ, അവനവനിൽ സ്പന്ദിക്കുന്ന ആ ചൈതന്യത്തെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പോകണം. ഈ സത്യമാം അറിവിനെ തന്നെ ഗുരു നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്ന് പറഞ്ഞു തന്നു. ഇതെങ്ങനെ ജീവിതത്തിൽ പാലിക്കണം എന്ന് ഗുരു പറഞ്ഞു തന്നു. ധർമ്മം ജയിക്കുന്നു, സത്യം ജയിക്കുന്നിങ്ങു സർവദാ, അധർമ്മവും ജയിക്കുന്നില്ല, അസത്യവും ഒരിക്കലും. അതാണ് ഋഷി പറഞ്ഞത്, സത്യം വദ, സത്യം പറയണം. സത്യാത് ന പ്രമതിതവ്യം, സത്യത്തിൽ നിന്നും എൻ്റെ കുഞ്ഞെ നീ സത്യം പറയണം. പഠിപ്പിച്ചു കഴിഞ്ഞ് ഇറക്കുമ്പോൾ ഗുരു പറയാ സത്യമേവ ജയതേ, സത്യം പറയണം. എന്നിട്ട് പറയാ സത്യാത് ന പ്രമതിതവ്യം, ഒന്നും കൂടി ഓർമ്മിക്കുക, യു ഷുഡ് റിമെമ്പർ, അല്ലെ, നീ ഒരിക്കലും സത്യത്തിൽ നിന്ന് പുറത്തേക്ക് പിന്നോട്ട് പോകരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോ തിരുക്കുറളിലെ രണ്ടാമത്തെ മന്ത്രമാണ് നമ്മൾ പറഞ്ഞത്, സത്യമാമറിവാർന്നുള്ള ശുദ്ധരൂപന്റെ സത്പദം തൊഴായിൽ വിദ്യ കൊണ്ടെന്തിങ്ങുളവാകും പ്രയോജനം. അതിനുശേഷം പറയാ, മൂന്നാമത്തെ മന്ത്രത്തിൽ പറയാ, മനമം മലരെ വെല്ലുന്നവന്റെ വലുതാം പദം തൊഴുന്നവർ സുഖം നീണാൾ മുഴുവൻ വാഴുമൂഴിയിൽ. അതായത് മനസ്സാകുന്ന പൂവിനെ ജയിക്കണം. മലരെന്ന് പറഞ്ഞാൽ എന്തായാലും പൂവ്, മനസ്സിനെ ഒരു പൂവായിട്ടാണ് ഇവിടെ തിരുവള്ളുവർ പറയുന്നത്. ഗുരു അതിനെ നമുക്ക് തർജ്ജമ ചെയ്ത് അതിനെ മലര് എന്നുള്ള രീതിയിൽ തന്നെ തർജ്ജമ ചെയ്ത് തന്നു. നിങ്ങളിതിന്റെ ഒറിജിനലും കൂടി കണ്ടെത്തി പഠിക്കുക കേട്ടോ. ഒരു ഒറിജിനൽ നിങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഈശാവാസ്യ ഉപനിഷത്ത് മൂലം പഠിക്കുമ്പോൾ തർജ്ജമ എത്ര ഇതുമായിട്ട് ഇഴുകി ചേർന്നിരിക്കുന്നു നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പറയാം, മനമാം മലരെ വെല്ലുന്നവന്റെ വലുതാം പദം, അതായത് ആരുടെ പദമാണ് ഏറ്റവും വലുത്, ആരുടെ പാദങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മനസ്സിനെ അടക്കിയ മഹാപുരുഷന്മാരുടെ പാദങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പാദങ്ങൾ. അങ്ങനെ ആ ഒരു മഹാഗുരുവിനെ ഗുരുവായി കിട്ടുക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലേ? മോഹാകുലരാം ഞങ്ങളെ അങ്ങേടെ അടിപ്പൂ, സ്നേഹാത്മകമാം പാശം അതിൽ കേട്ടിരപ്പൂ, അല്ലെ? മോഹാകുലരായ ഞങ്ങളെ, ഇല്ലാത്തതിനെ, സത്യമല്ലാത്തതിനെ സത്യമെന്ന് കരുതി ജീവിതകാലം മുഴുവൻ മുറുകെ പിടിച്ച് അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ഞങ്ങളെ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, എൻ്റെ സമ്പത്ത്, എൻ്റെ കാറ്, എൻ്റെ പറമ്പ്, അല്ലെ, എൻ്റെ ബാങ്ക് ബാലൻസ്, ഇതിനൊക്കെ ഇങ്ങനെ മുറുകെ പിടിച്ച് അസത്യ വസ്തുവിനെ സത്യമായി മുറുകെ പിടിക്കുന്നതിനെയാണ് മോഹം എന്ന് പറയും. അജ്ഞാനത്തെ ജ്ഞാനമെന്ന് കരുതി പിടിക്കുന്നതിനെ. അപ്പൊ പറയാണ്, ഈ ഇല്ലാത്തതിനെ, ഈ അസത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മോഹാകുലരായി ജീവിക്കുന്ന ഞങ്ങളോട്, ഞങ്ങളെ അങ്ങേടെ അടിപ്പൂ, ആ മനസ്സാകുന്ന മലരിനെ ജയിച്ച, ആ അറിവിലുമേറിയ അറിവായി മാറിയ അറിവേ സ്വരൂപനായ ഒരു ഗുരുവിന്റെ പാദങ്ങളിലേക്ക്, ആ തൃപ്പാദങ്ങളിലേക്ക്, അല്ലെ, സ്നേഹമാകുന്ന ചരട് ചേർത്ത് വെച്ച് ഞങ്ങളെ ഇങ്ങനെ ആ അങ്ങയോട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഗുരുവിലേക്ക് നമ്മളെ, അല്ലെ? ആ തൃപ്പാദ ജയം എന്നാണ് നമ്മൾ പറയുന്നത് തന്നെ. ആ തൃപ്പാദങ്ങൾ ജയിക്കട്ടെ. ആ മോഹാകുലരായ ഞങ്ങളെ അങ്ങയുടെ പാദങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഗുരുവല്ലേ ഭഗവാനെ ഞങ്ങൾക്ക് പരദൈവം. അശം പരിചയപ്പെടുത്തി തരുന്നുണ്ടല്ലേ. അപ്പോ അങ്ങനെ നമ്മൾ ഓരോ നിമിഷവും ഓരോ സത്സംഗങ്ങളും ഓരോ പ്രാർത്ഥനകളും ഓരോ പാരായണവും
ഈ ഒരു സത്യത്തിലേക്ക് അടുപ്പിച്ച് നമ്മുടെ മനോമാലിന്യങ്ങളെ അകറ്റി നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന ആ സ്വാർത്ഥതകളെ, എൻ്റേതുകളെ, എൻ്റേതല്ല എന്ന് മനസ്സിനെ പഠിപ്പിച്ച്, അതും നിൻ്റെയാണെന്ന് പഠിപ്പിച്ച്, പ്രാർത്ഥിക്കുന്ന ഞാനും നീ തന്നെയാണെന്ന് പഠിച്ച് അറിഞ്ഞ് ഈ ജീവിതത്തിൽ മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ തിരുക്കുറളിലെ കടവൂൾ വാഴ്ത്ത്, ദൈവം ആരാണെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ, ഗുരുക്കന്മാര് ദൈവമാണോ എന്ന് ചോദിക്കുന്നതിന് ഉത്തരമാണ് തിരുക്കുറൾ തരാണ്. ആരാണ് ദൈവം? മനമാം മലരെ വെല്ലുന്നവന്റെ വലുതാം പദം തൊഴുന്നവൻ, സുഖം നീണാൾ മുഴുവൻ വാഴുമൂഴിയിൽ. നിങ്ങൾക്ക് അല്ലലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ വെളുപ്പാങ്കാലത്ത് ഇതിനകത്തേക്ക് കയറി ഇരുന്നു കൊണ്ട് ഈ നാമജപങ്ങളെ ഉള്ളിലാക്കുന്നവർക്ക് എന്ത് പ്രാരബ്ധങ്ങൾ ജീവിതത്തിൽ വന്നാലും അത് തരണം ചെയ്യലും അവിടുന്ന് തന്നെയാണ്, നമ്മളല്ല തരണം ചെയ്യുന്നത്. സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോ ആ മഹാപാദങ്ങളെ തൊഴുന്നവൻ, മനസ്സിനെ ജയിച്ച ആ മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യുന്ന മനുഷ്യന് അല്ലെ, ആ അങ്ങനെയുള്ള ഋഷിമാരുടെ വലുതാം പദത്തെ തൊഴുന്നവർ സുഖമായിക്കൊണ്ട് ആ സച്ചിദാനന്ദ സ്വരൂപത്തെ അനുഭവിച്ചുകൊണ്ട് നീണാൾ മുഴുവൻ വാഴുമൂഴിയിൽ, ഈ ഭൂമിയിൽ ശാന്തമായും സമാധാനപരമായി അവൻ ജീവിക്കും. അവന് കാറുണ്ടോ, ബംഗ്ലാവുണ്ടോ, സമ്പത്തുണ്ടോ, ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്നുള്ളതല്ല, സുഖമുണ്ടോ, അവനാണ് സമ്പന്നൻ. തൃപ്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് 6 മണിയായി. നമ്മൾ ഇനി ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സത്സംഗത്തില് എൻ്റെ വാക്കുകൾ ശ്രവിച്ച ആത്മജിജ്ഞാസുക്കൾക്ക്, ആത്മസ്വരൂപികൾക്ക് നന്ദി പറയുന്നു. സ്മൈൽ സാധനയുടെ സംഘാടക സാരഥ്യങ്ങൾക്കും സംപൂജ്യ സ്വാമിജിമാർക്കും പാദനമസ്കാരം ചെയ്തുകൊണ്ട് ഈ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. ഗുരുവോം തത്സത്.